ഒരു പടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വൺ ഡേ നടക്കുന്ന സ്റ്റോറിയാണ്. പിന്നെ ഈ പറയുന്ന അന്ന് മഴ വന്നിട്ടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ 4 ദിവസം പ്രായമുള്ള കൊച്ച് ഓരോ ദിവസവും ഷൂട്ടിന്റെ ചാർട്ടിങ് അനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് മൂന്ന് വയസ്സുള്ള കൊച്ച്, 3 ദിവസം മാത്രം പ്രായമുള്ള കൊച്ചായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും പ്രായം ചെറുതായത് കൊണ്ട് തന്നെ വളരുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ മഴ വരുന്നു, അപ്പോൾ ലൈറ്റ് കണ്ടിട്ട് കിട്ടില്ല. ഇങ്ങനെ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കിയ ഒരു മൂവിയാണ്. സോ എനിക്ക് 3-4 വെള്ള മുടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരില് ടെൻഷനായിട്ട്. പിന്നെ ഈ പറയുന്ന ഞാൻ ഫസ്റ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് തന്നെ ബോബി സഞ്ജയ് എന്ന് പറഞ്ഞ പേര് കാണിക്കുമ്പോൾ തന്നെ, കാരണം ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കാണുമ്പോഴൊക്കെ ഇവരുടെ ഭയങ്കരമായിട്ട് എനിക്ക് മുംബൈ പോലീസ് ആവട്ടെ, ഇപ്പൊ അയാളും ഞാൻ തമ്മിലാവട്ടെ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി, ട്രാഫിക് ആവട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ സ്ക്രിപ്റ്റ് കയ്യിൽ വരുമ്പോൾ അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അത് വായിച്ചതിന് ശേഷം എനിക്ക് 3-4 ഇങ്ങനെ കൺഫ്യൂഷൻസ് വന്ന സമയത്ത് തന്നെ ഞാൻ അരുൺബ്രോയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ കൺഫ്യൂഷൻസ്. അപ്പൊ തന്നെ അവിടുന്ന് സ്പോട്ടിൽ തന്നെ സഞ്ജയ് ചേട്ടനെ വിളിച്ചിട്ട് അത് ഇമ്മീഡിയറ്റ്ലി ക്ലാരിറ്റി തരികയാണ്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് അത് എന്നെ ക്ലാരിറ്റി വരുത്തായി. മേ ബി അവർക്ക് വേണമെങ്കിൽ പറയാം അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേക്കും ഞാൻ ഉറപ്പിച്ചു നോക്കിയത് ചെയ്യാമെന്നുള്ളത്. കാരണം